NCP നേതാവ് അജിത് പവാറിന്റെ മരണത്തിൽ ഗൂഢാലോചന ആരോപിച്ച അനന്തരവൻ രോഹിത് പവാർ അവസാന നിമിഷം മദ്യപാനിയായ പൈലറ്റിനെ നിയമിച്ചതും ടേബിൾ ടോപ്പ് റൺവേ തെരഞ്ഞെടുത്തതും ഗൂഢാലോചനയുടെ ഭാഗമെന്നാണ് ആരോപണം. കിഴക്കൻ വിദർഭയിലെ ഒരു നേതാവാണ് ബരാമതി യാത്ര 30-ാം തീയതിയിലേക്ക് മാറ്റിയതും കൂടി രോഹിത് പവാർ വെളിപ്പെടുത്തി. വാർത്താ സമ്മേളനത്തിന് പിന്നാലെ വിമാന കമ്പനിയായ VSRL സുരക്ഷാ ഓഡിറ്റിന് DGCA ഉത്തരവ്. അക്കമിട്ട സംശയങ്ങളാണ് ഗൂഢാലോചന ആരോപിക്കാൻ രോഹിത് പവാർ മുന്നോട്ട് വെച്ചത്. വിമാനം 1 മണിക്കൂറോളം വൈകിയാണ് മുംബൈയിൽ നിന്ന് പുറപ്പെട്ടത്. ഈ സമയം നേരത്തെ നിശ്ചയിച്ച 2 പൈലറ്റുമാരെയും മാറ്റി. പൈലറ്റുമാരിൽ ഒരാൾ ഗതാഗതക്കുരുക്കിൽപ്പെട്ടെന്നാണ് കാരണം പറഞ്ഞത്. പുലർച്ചെ എവിടെയാണ് ഗതാഗതക്കുരുക്ക്? ഒരാൾ വൈകിയതിന് എന്തിന് 2 പൈലറ്റുമാരെയും മാറ്റി? മാറി വന്ന പൈലറ്റ് സുമിത് കപൂർ മദ്യപിച്ച് വിമാനം പറത്തിയതിന് വിലക്ക് നേരിട്ടയാളാണ്. കടുത്ത മദ്യപാനി എന്ന് തെളിയിക്കുന്ന വിമാന കമ്പനിയുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ചാറ്റും രോഹിത് പവാർ പങ്കുവച്ചു. വിമാനം തകരുന്നതിന് 1 മിനിറ്റ് മുമ്പ് റഡാർ സിഗ്നലുകൾ ആരാണ് ഓഫ് ചെയ്തത്? റൺവേ 29-ൽ സുരക്ഷിതമായി ഇറങ്ങാമായിരുന്നിട്ടും എന്തിനാണ് ടേബിൾ ടോപ്പ് റൺവേ ആയ റൺവേ 11-ൽ വിമാനമിറക്കാൻ ക്യാപ്റ്റൻ വാശി പിടിച്ചത്? കാഴ്ചാപരിധി കുറവായിട്ടും എന്തിന് ലാൻഡിങ്ങിന് ശ്രമിച്ചു? It was not an accident, but it was planned accident ऐसे हम सबको लगता है. इसीलिए हम सबकी डिमांड है इन्वेस्टिगेशन प्रॉपर होना चाहिए. CID के माध्यम से इन्वेस्टिगेशन चलना है तो चलने दो, लेकिन it is not the right authority to do the investigation. അവസാന 4 മിനിറ്റിൽ സഹ പൈലറ്റ് മാത്രമാണ് എന്തെങ്കിലും സംസാരിക്കുന്നത്. മരണം വരിക്കാൻ പൈലറ്റ് സുമിത് തയ്യാറായി നിൽക്കുകയായിരുന്നു. തലേന്ന് ബാരാമതിയിലേക്ക് പോവേണ്ടിയിരുന്ന അജിത് പവാറിന്റെ യാത്ര പിറ്റേന്നത്തേക്ക് മാറ്റിയത് കിഴക്കൻ വിദർഭയിൽ നിന്നുള്ള ഒരു നേതാവ് കാരണമാണ്. വിമാനത്തിൽ ഇന്ധനം അധികമായി സംഭരിച്ചു വെച്ച് പറക്കും ബോംബാക്കി വിമാനത്തെ മാറ്റിയത് എന്തിനാണ്? വിമാനത്തിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഉണ്ടോ? പറക്കും മുമ്പ് പരിശോധനകൾ നടത്തിയിട്ടുണ്ടോ? എന്നാൽ ഹാങ്ങറിൽ നിന്നുള്ള CCTV ദൃശ്യങ്ങൾ എന്തുകൊണ്ട് ലഭ്യമല്ല? ഇതേ വിമാനം 2023-ൽ അപകടമുണ്ടാക്കിയതിന് പിന്നാലെ യൂറോപ്യൻ യൂണിയൻ VSR എന്ന വിമാന കമ്പനിയെ വിലക്കിയതാണ്. ആ അപകടത്തിന്റെ അന്വേഷണ റിപ്പോർട്ട് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അനുയായികളുടെ വൈകാരിക പ്രതികരണം ഒഴിവാക്കാനാണ് ദുരന്തത്തിന് പിന്നാലെ ദുരൂഹതയില്ലെന്ന് ശരത് പവാർ പറഞ്ഞതെന്നും രോഹിത് പവാർ വിശദീകരിച്ചു. വാർത്താ സമ്മേളനത്തിന് പിന്നാലെ വിമാന കമ്പനിയായ VSRL പ്രത്യേക സംഘത്തെ സുരക്ഷാ ഓഡിറ്റിംഗിന് DGCA നിയോഗിച്ചു. ഫെബ്രുവരി 15-നകം റിപ്പോർട്ട് ലഭിക്കും. മറ്റു ചാർട്ടേഡ് വിമാന കമ്പനികളിലും ഈ മാസം സുരക്ഷാ ഓഡിറ്റിംഗ് നടത്തും. ബാരാമതി ദുരന്തത്തിന് പിന്നിലെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാൻ അന്താരാഷ്ട്ര ഏജൻസികളുടെ സാന്നിധ്യത്തിലുള്ള അന്വേഷണം വേണമെന്നതാണ് രോഹിത് പവാർ ആവശ്യപ്പെടുന്നത്. മുംബൈയിലെ YB ചവാൻ സെന്ററിൽ നിന്നും വരുൺ വടശ്ശേരിക്കരയ്ക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.